നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിവിധ ഒടിവുകൾക്കുള്ള ഫസ്റ്റ് എയ്ഡ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഒടിവുണ്ടായാൽ, അതായത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു എല്ല് പൊട്ടിയാൽ എന്ത് ഫസ്റ്റ് എയ്ഡാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്ത് ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് എന്നതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒടിവുണ്ടായാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ പാർട്ട് ഇമ്മൊബിലൈസ് ചെയ്യുക, അതായത് തുടർ ചലനങ്ങൾ ഉണ്ടാവാതെ ഇരിക്കുക. ആ ഒരു ഭാഗത്ത് തുടർ ചലനം ഉണ്ടാവാതിരിക്കുക, അതിന് പെർഫെക്റ്റ് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും അപകടം ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും അപകടം ഉണ്ടാവാതെ അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക, വേണ്ട ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഒടിവുണ്ടായാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒടിവുണ്ടായാൽ തന്നെ ഓരോ ഭാഗത്തിനും ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പോൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് നമ്മൾ അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. എന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൈ ഭാഗത്ത് എന്തെങ്കിലും ഒടിവ് സംഭവിച്ചാൽ നമ്മൾ എന്ത് ഫസ്റ്റ് എയ്ഡ് ചെയ്യണം എന്നുള്ളതാണ്. കൈയുടെ ഭാഗത്ത് എവിടെയൊക്കെ ഒടിവ് സംഭവിക്കാം? നമ്മുടെ അപ്പർ ആം ഈ ഭാഗത്ത് ഒടിവുണ്ടാവാം, നമ്മുടെ ലോവർ ആം കൈത്തണ്ട ഈ ഭാഗത്ത് പിന്നെ ഫ്രാക്ചർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഇവിടെ ഈ കൈ വിരലുകൾക്കും ഒടിവുണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഇവിടെയും ഒടിവുണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഈ കൈയുടെ ഈ ഭാഗങ്ങളിലാണ് കൂടുതൽ നമ്മൾ കൈ കുത്തി വീഴുന്ന സമയത്ത് കൂടുതൽ ഒടിവുണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ കൈത്തണ്ട ഈ ഭാഗത്താണ്. അതായത് നമ്മൾ പൾസ് പിടിച്ച് നോക്കുന്നതിൻ്റെ രണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് രണ്ട് എല്ലുകളാണുള്ളത്, റേഡിയസും അൾനയും. ഈ ഭാഗങ്ങളിലാണ് കൂടുതലും പിന്നെ ഒടിവുണ്ടാവാൻ, കൈയിൽ കൂടുതലും ഒടിവുണ്ടാവാനുള്ള സാധ്യത ഈ ഭാഗങ്ങളാണ്. ഈ ഭാഗങ്ങളുടെ രണ്ട് എല്ലുകൾക്കാണ് കൂടുതലും പൊട്ടലുണ്ടാവാനുള്ള സാധ്യത കൂടുതൽ. അതായത് നമ്മൾ കൈ കുത്തി വീഴുന്ന സമയത്ത് കൂടുതലും ഫ്രാക്ചർ ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ഭാഗങ്ങളിലാണ്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടായാൽ നമ്മൾ കൈത്തണ്ട ഈ ഭാഗത്താണ് കൂടുതലും ഫ്രാക്ചർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ കൈയുടെ ഈ മേലെ കൈ ഭാഗത്തുള്ള ബോണാണ്, അതായത് എല്ലാണ് ഹ്യൂമറസ് എന്ന് പറഞ്ഞത്, അതിനും ഫ്രാക്ചർ ഉണ്ടാവാം. ഈ ഹ്യൂമറസും ഈ രണ്ട് നമ്മുടെ കൈത്തണ്ടയിലുള്ള രണ്ട് പിന്നെ എല്ലുകളായ റേഡിയസും അൾനയും ചേരുന്ന ഭാഗമാണ് ഈ കൈമുട്ട് എന്ന് പറയുന്നത്, ഇവിടെയും ഫ്രാക്ചർ ഉണ്ടാവാം. അതേപോലെ തന്നെ നമ്മുടെ ഈ റേഡിയസും അൾനയും വിരലുകളൊക്കെ ആയിട്ട് ചേരുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ റിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ജോയിൻറ്റിലും വേണമെങ്കിൽ ഫ്രാക്ചർ ഉണ്ടാവാം. ഈ ഭാഗങ്ങളിലൊക്കെ ഫ്രാക്ചർ ഉണ്ടായാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗം അനക്കാതെ വെക്കുക എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. അതായത് കൂടുതലും അനക്കാതെ ആ കൈ എപ്പോഴും റെസ്റ്റിൽ, എവിടെയാണോ ഫ്രാക്ചർ ഉണ്ടായത് ആ ഭാഗം റെസ്റ്റ് ചെയ്യുക, അതായത് അതിനൊരു മൂവ്മെൻറ്റ്സും ഉണ്ടാവാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെയാണ് കൂടുതലുമായിട്ടും ഫ്രാക്ചർ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലെന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ഈ കയ്യിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫ്രാക്ചർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കൈ അനങ്ങാതെ വെക്കുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ എന്തെങ്കിലും സ്കെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരക്കഷ്ണം, ഒരുപാട് ഭാരമുള്ളതാവരുത്, അങ്ങനത്തെ എന്തെങ്കിലും ഒരു മരക്കഷ്ണം വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു 1, 2, 3 അങ്ങനെ ഒരു 3 കെട്ടിട്ടിട്ട് അത് ഒരു കെട്ട് കഴുത്തുകൂടെയും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് അനക്കാതെ വെച്ചിട്ട്, അതായത് ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇമ്മൊബിലൈസേഷൻ തന്നെയാണ്. അതായത് കൈ അനങ്ങാതെ വെച്ചിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അവരെ എത്തിക്കുക.